പിന്നെ എല്ലാ ചെറുപ്പക്കാരും പൊങ്ങി വന്നോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് എടുത്തു എന്നുള്ള ഒരു കരക്കമ്പി കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. അതിൽ ശരിതെറ്റുകളും നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്തായാലും കുറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 25 വയസ്സുള്ള ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് മേയറാവാൻ പറ്റി. അപ്പൊ അത് 25 വയസ്സേ ഉള്ളൂ. അവർ മുടവൻ മോൾ ജയിലിൽ നിന്ന് SFIയുടെ ഒരു സാധാരണ പ്രവർത്തകയായി നിന്ന ബാലസംഘത്തിന്റെ പ്രവർത്തകയായി നിന്നവർ വളരെ പെട്ടെന്ന് തന്നെ മേയറാവാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അവർ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി, പാർട്ടിക്ക് തന്നെ തലവേദന ഉണ്ടാക്കി എന്നുള്ളത് വേറെ വിഷയം. അത് അവരുടെ പക്വതയില്ലായ്മ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് അവരുണ്ടാക്കി. എന്തായാലും CPM ശക്തമായി രംഗത്തുണ്ട്. S സുന്ദർ എന്ന് പറയുന്ന CPMന്റെ ശക്തനായ നേതാവുണ്ട്. തിരുവനന്തപുരത്ത് ദീപക് എന്ന് പറയുന്ന ദീപക് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ നേതാക്കൾ CPMനും ശക്തരായിട്ട് തന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അതോ ഇനി സീനിയർ നേതാക്കളായിട്ടുള്ള ജയൻ ബാബുവിനെയൊക്കെ നേരത്തെ വെച്ചതുപോലെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ ആയിട്ട് വയ്ക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. CPMനെ സംബന്ധിച്ച് CPM എന്താ തീരുമാനിക്കുന്ന അറിയത്തില്ല. അത് മത്സരം ഇനിയൊന്ന് കടുത്തു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിൽ സീനിയർ ആരാണ്. കാര്യം CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയർ ആളുകളെ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ തന്നെ ആയിരിക്കും, പാർട്ടിയിൽ സീനിയായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും മേയറായി. പക്ഷെ അതിനെ ഒരു ഘടകവിരുദ്ധമായിട്ടാണ് ആര്യ രാജേന്ദ്രന്റെ പേര് കയറി വന്നത്. കാരണം എന്താണ്, നമ്മുടെ പേരൂർക്കട MLA വാർഡിലെ MLA കൗൺസിലർ വന്നിരുന്നു. കൗൺസിലർ ജമീല എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തില്ല. പിന്നെ വേറെയും ഉണ്ട് ചെറുപ്പക്കാരും. വഞ്ചിയൂർ ബാബു ചെറുപ്പമല്ല, കുറച്ച് മുതിർന്ന ആളാണ്. വഞ്ചിയൂർ ബാബു മത്സരിക്കുകയാണെങ്കിൽ ഗായത്രി ബാബു, വഞ്ചിയൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ ഗായത്രി ബാബുവിന് മത്സരിക്കുമോ എന്നറിയില്ല. വഞ്ചിയൂരിൽ നിന്ന് വഞ്ചിയൂർ ബാബു മത്സരിച്ച് ജയിച്ചാൽ വഞ്ചിയൂർ ബാബു വലിയ നേതാവാണ്. ഡോക്ടർ PS ശ്രീകലയുടെ വലിയ തിരുവനന്തപുരത്തെ CPMനകത്ത് വലിയ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് ഡോക്ടർ PS ശ്രീകലയും വഞ്ചിയൂർ ബാബുവും ഗായത്രി ബാബു ഒക്കെ. കുടുംബം മുഴുവൻ രാഷ്ട്രീയത്തിലാണ്. അവർ വളരെ വലിയ സ്വാധീനമുള്ളവരും ഒരുപാട് പദവികളും പൊസിഷനും ഒക്കെ പിടിച്ചെടുക്കുന്നവരും കിട്ടുന്നവരുമാണ്. അപ്പൊ ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ വഞ്ചിയൂർ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ഇനി മേയറാകുമോ? അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള 3-4 പേരുകളാണ്, 6-7 പേരുകളാണ് 3 മുന്നണിയിലും കേൾക്കുന്നത്.